ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. ഇനി ചപ്പാത്തി ഉണ്ടാക്കുമ്പം ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ നല്ല രുചികരമാണ്. ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല. അതേ രീതിയിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ചപ്പാത്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഗോതമ്പ് പൊടി ഒന്ന് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു 3 കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് ഈ പൊടിയുടെ അളവ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് വെളിച്ചെണ്ണ വേണമെന്നെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ കൈകൊണ്ട് തന്നെ നല്ല രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് യോജിപ്പിച്ചെടുക്കണം. ഈ ഉപ്പും അതുപോലെ തന്നെ എണ്ണയും നമ്മുടെ ഈ ഗോതമ്പ് പൊടിയിൽ പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ സാധാരണ വെള്ളമാണ് എടുത്തേക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല. നമ്മൾ ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്ക് സാധാരണ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ നമ്മുടെ മാവൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് നേരമൊന്നും വേണ്ട, 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. ഇതാകണ്ടല്ലേ, നല്ല രീതിയിൽ തന്നെ നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ആ നേരത്ത് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്യാനുണ്ട്. ഞാൻ അടുപ്പത്തൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ജീരകം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ജീരകത്തിന് പകരം നമുക്ക് കടുക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകമാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഈ ജീരകം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് ഞാൻ 1 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാള ഒന്ന് വഴണ്ടി വരുന്നതിനായിട്ട് ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴണ്ടി വന്നപ്പോഴേ ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതും കൂടി ചേർത്ത് ഈ രീതിയിലൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ സമയം ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ അല്ലാതെ ചതച്ച് ചേർക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം സവാള വഴറ്റാനിടുമ്പോൾ തന്നെ ഇട്ട് കൊടുത്ത് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. സവാളയൊക്കെ കണ്ട് ഈ ഒരു രീതിയിലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. ഇനി ചിക്കൻ മസാല കഴിക്കാത്തവർക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി 1/4 ടീസ്പൂണിലും താഴെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പൊടിയൊക്കെ നല്ല രീതിയിലായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയം ഞാനിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് സവാളയും അതേപോലെ തന്നെ ക്യാരറ്റും ക്യാബേജും ഒക്കെ നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം നമുക്ക് 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഇനി ഒരു ബൗളിലേക്ക് ഞാനൊരു 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ ക്യാബേജൊക്കെ ഒന്നുകൂടി ഒന്ന് വെന്ത് ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്, ഒന്ന് വഴണ്ട് ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മുട്ട നമുക്ക് വേറെ പാനിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഒരു പാൻ എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി വേറെ പാനിൽ ചെയ്തെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. മുട്ട ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതുപോലൊന്ന് ചിക്കി എടുക്കണം. ഈ സമയം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതുപോലെ ഇളക്കി ചേർത്തെടുക്കാമെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഒന്ന് വറ്റി കിട്ടും. പെട്ടെന്ന് തന്നെ നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കുകയും വേണം. എന്നിട്ട് ഈ പച്ചക്കറികളും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇതേ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
1-2 മിനിറ്റ് ഇതേ രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഈ മുട്ടയിലെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല രീതിയിൽ തന്നെ കിട്ടും. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. ഇനി മല്ലിയിലേക്ക് പകരം നമുക്ക് കറിവേപ്പില നമ്മൾ ആദ്യം ഉള്ളിയൊക്കെ വഴറ്റിയ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ മാവൊക്കെ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി ഇത് മാറ്റാം. സാധാരണയൊക്കെ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ആ ഒരു രീതിയിൽ തീരെ ചെറുതാവരുത്. ഈ ഒരു രീതിയിൽ നമുക്ക് ഇതെല്ലാം ഒന്ന് ബോൾസാക്കി വെക്കാം. ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ തുറന്ന് വെക്കരുത് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള ഓരോന്ന് എടുത്ത ശേഷം ഇത് അടച്ചു വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിപ്പോകും. ഞാനിത് കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. കുറച്ച് പൊടിയൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ഈ നടുവശം ഒരുപാട് കനം കുറഞ്ഞു പോകരുത്. എല്ലാ സൈഡും ഒരേ രീതിയിൽ തന്നെ കിട്ടണം. ആ രീതിയിൽ വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. തിരിച്ചും മറിച്ചിട്ടിട്ട് ഈ ഒരു രീതിയിൽ ഞാനതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഒരെണ്ണം കൂടി നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് പൊടി ഇടേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് മാത്രം പൊടി ഉപയോഗിച്ച് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാകണ്ടില്ലേ, ഇത് ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഫില്ലിങ്സ് ഒക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ചൂടൊക്കെ മാറിയ ശേഷം മാത്രമേ ഇതിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കാവൂ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ആവി തൊട്ടും. നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ വെക്കാവൂ. ഈ നടുവശത്ത് ഇതേപോലെ ഒന്ന് നിരത്തി ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്ത ശേഷം നമ്മൾ ആദ്യം പരത്തി വെച്ചത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡൊക്കെ ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ കണ്ട് ഇതുപോലൊരു പാത്രം വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് പരത്തുമ്പോൾ നമ്മൾ ഏത് പാത്രമാണോ ഉപയോഗിക്കുന്നത് ആ പാത്രം വെച്ചിട്ട് ഇതിൻ്റെ അളവൊന്ന് നോക്കണം കേട്ടോ, കട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിൽ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സൈഡൊക്കെ നല്ലതുപോലെ ലോക്കായിട്ട് കിട്ടും. ഒരുപാട് നമ്മൾ പരത്തിയെടുക്കാത്തതുകൊണ്ട് തന്നെ കുറച്ച് മാവ് മാത്രമേ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുള്ളൂ. ഇതാകണ്ടില്ലേ, നല്ല റൗണ്ട് ഷേപ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സൈഡൊക്കെ നന്നായിട്ട് തന്നെ ഒട്ടി നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. ഒരെണ്ണം കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാം. ദാണ്ട അടുത്തതിൽ ഞാൻ ഇതേ രീതിയിലൊന്ന് ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുത്ത് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് നമ്മൾ സൈഡിലോട്ടൊന്നും ഫില്ലിങ്സ് വെക്കണ്ട. ആ നടുക്കൊരു ഭാഗത്ത് മാത്രം വെച്ചാൽ മതി. കാരണം നമുക്കത് കട്ട് ചെയ്യാനുള്ളതായതുകൊണ്ട് തന്നെ. ഇത് നമ്മളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇത് നമ്മൾ ചുട്ടെടുക്കാനായിട്ട് ഇരിക്കരുത്. 2-3 എണ്ണമൊക്കെ ഇതുപോലൊക്കെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഒരെണ്ണം അടുപ്പത്തിട്ടിട്ട് നമുക്ക് അങ്ങനെയും പെട്ടെന്ന് ഇത് ചെയ്തെടുത്ത് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിത് 2 എണ്ണം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അതും കണ്ട് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ അതാണ്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മളിതിലേക്ക് എണ്ണയൊന്നും തേച്ച് കൊടുക്കരുത്. നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം ചെറുതായിട്ടൊരു സൈഡൊന്ന് വെന്ത് വരുമ്പം ഒന്ന് മറിച്ചിടണം. ഈ ഒരു സമയം ഈ ഒരു രീതിയിലാവുമ്പോഴേ നമ്മൾ ഇതിലേക്ക് ഇതുപോലെ കുറച്ച് എണ്ണയൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാവൂ. ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ഇതുപോലൊരു ബ്രഷ് വെച്ച് നമ്മൾ ഇതുപോലെ എണ്ണയൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാമെങ്കിൽ നമുക്ക് ഒരുപാട് എണ്ണയൊന്നും ആവത്തില്ല. അപ്പോൾ അതാണ് ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് നമുക്ക് ഇത് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പുറമൊക്കെ നല്ല ഗോൾഡൻ കളറിലാവും. അതേപോലെ തന്നെ നമ്മൾ അകത്ത് ഫില്ലിങ്സ് ഒക്കെ വെച്ചതുകൊണ്ട് നമ്മൾ ഇതുപോലെ അമർത്തി പിടിക്കുമ്പോഴേ ചിലപ്പോൾ ഇതൊന്ന് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പൊങ്ങി വരുമ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളൊരു ഫോർക്കും എല്ലാം വെച്ചിട്ട് ഇതിൻ്റെ നടുവശമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ ആ എയറൊക്കെ അതിൽ കൂടി അങ്ങ് പൊയ്ക്കൊള്ളും. അങ്ങനെ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ദാണ്ട് ഇത് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു സൈഡ് ദാണ്ട് നല്ല രീതിയിൽ നിന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചപ്പാത്തി തയ്യാറാക്കാമെങ്കിൽ കറികളൊന്നും നമ്മൾ പ്രത്യേകിച്ച് തയ്യാറാക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഇത് കുട്ടികൾ കഴിക്കുകയും ചെയ്യും. ഇനി മുട്ടയൊന്നും ഉപയോഗിക്കാത്തവരാണെങ്കിൽ പച്ചക്കറിയൊക്കെ ഇതേ രീതിയിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ദാണ്ട് ഒരെണ്ണം ഒന്നായിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തിയാണ് നമ്മൾ തയ്യാറാക്കിയേക്കുന്നത്. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.